ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാൽ നാടൻ താറാവ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവലൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ട്രിപ്പിന്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ഫുഡ് ഹെൽത്ത് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റ് താറാവ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. നാടൻ താറാവ് റോസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് വലിയ സവാളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും. പിന്നെ നന്നായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഒരു ചെറിയ തക്കാളി നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2ാം പാലാണ് എടുക്കുന്നത്. 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ താറാവാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ കൂടിയിട്ട് ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇത് വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഇനി നമ്മൾ തേങ്ങ 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കറി വന്നിട്ട് താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റാണ്. അപ്പം ഇത് റോസ്റ്റായിട്ട് വരണം. അപ്പം നമ്മൾ തീയൊന്നും കത്തിച്ച് കൊടുക്കണ്ട. കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് ഈ ചൂട്ടത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി തിക്കായിട്ട് വരും. അപ്പോൾ അത് വരയ്ക്ക് കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. യെസ്. ഈ കണലിലിരുന്നിട്ടാണ് കേട്ടോ ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് വേണ്ടി. നമ്മളുടെ താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റിന് കോമ്പിനേഷൻ വന്നിട്ട് നൈസ് പത്തിരിയാണ്. യെസ്. അപ്പം അങ്ങനെ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായ താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് വിനു നമ്മളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വിനുവിനെ കൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയുണ്ട്, എന്താ പറയണേ നമുക്ക് നോക്കാം. ഉണ്ടാക്കിയ താറാവ് എന്താണ് സംഭവം? താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റ്. ഇത് നൈസ് പത്തിരി. നൈസ് പത്തിരി നമ്മള് പുറത്തുനിന്ന് മേടിച്ചല്ലേ? എനിക്കറിയില്ല കേട്ടോ നൈസ് പത്തിരി ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കി പത്തിരി ഉണ്ടല്ലോ, ഭയങ്കര നൈസ്. പേപ്പർ പോലെയാണ്. എന്തായാലും കഴിച്ചു നോക്കാം. എന്റെ വായിലും വെള്ളം വരുന്നുണ്ട്. അടിപൊളി. എല്ലാം പാകത്തിനായി. ഇതൊരു കിടിലൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ആ മസാലയൊക്കെ ഇതായിട്ടൊന്ന് ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ശേഷം നമ്മൾ ചെയ്യുന്നൊരു ഇതായിട്ട് തന്നെയാണ് വരുന്നത്, പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായി. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോയാൽ പോരാ. അപ്പോൾ നിങ്ങളുടെ നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാം. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. അതെ, നമുക്കധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.